ഗൗതം അനന്തനാരായണൻ കൂടി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നുണ്ട്. ഗൗതം, ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ പ്രൊഫഷണൽ രംഗത്തുള്ള മികവ് എറണാകുളത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. എന്ത് ഉണ്ടെങ്കിലും മേനോൻ സാറിൻ്റെ അടുത്ത് പോയി ചോദിച്ചാൽ അതിലൊരു ക്ലിയർ വിഷനാണ്. കൃത്യമായ ഒരു വിഷയത്തിൻ്റെ എല്ലാ വശങ്ങളും സ്പർശിച്ചുകൊണ്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഉപദേശം അത് കേൾക്കാൻ സ്വയംസേവകരെ സംബന്ധിച്ചിടത്തോളം മാത്രമല്ല, അദ്ദേഹത്തിലേക്ക് എത്തുന്ന ആളുകൾ എല്ലാവരും കൃത്യമായി തന്നെ അത് സ്വീകരിക്കാറുണ്ട്, അത് അന്വേഷിച്ചെത്താറുണ്ട്. അപ്പോൾ പ്രൊഫഷണൽ രംഗത്ത് മികവുറ്റ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു വ്യക്തി കൂടിയാണ് നമ്മെ വിട്ട് പോകുന്നത്. അതുമാത്രമല്ല, സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സേവാ പ്രൊജക്റ്റുകൾ, സംഘത്തിൻ്റെ സ്ഥാപനങ്ങൾ, ബാലസദനങ്ങളായാലും അങ്ങനെ സേവാഭാരതി മുഖേന നേതൃത്വം കൊടുക്കുന്ന ഒരുപാട് സ്ഥാപനങ്ങളുടെയൊക്കെ നേതൃത്വവും അതിന് സ്ഥാപിതമാവാൻ വലിയ രീതിയിലുള്ള ചാലക ശക്തിയായും ഒക്കെ പ്രവർത്തിച്ച ഒരു ശ്രീധരൻപിള്ള സാറിൻ്റെ വാക്ക് കടമെടുത്ത നിഷ്കാമ കർമ്മയോഗിയായിരുന്നു അദ്ദേഹം. എങ്ങനെ ഓർത്തെടുക്കാം ഗൗതം? ശ്യാമയും കേരളത്തിലെ സംഘ സ്വയംസേവകരെ സംബന്ധിച്ച് അല്ലെങ്കിൽ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളെയൊക്കെ സംബന്ധിച്ച് PEB മേനോൻ്റെ നിര്യാണം, അദ്ദേഹത്തിൻ്റെ ഈ ദേഹവിയോഗം അത് വലിയ നഷ്ടമാണ്. കേരളത്തിൻ്റെ കർമ്മമണ്ഡലത്തിന് വലിയ നഷ്ടമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ നമ്മളോട് പ്രതികരിച്ച BJPയുടെ മുൻ സംസ്ഥാന അധ്യക്ഷനും മുൻ ഗോവ ഗവർണറുമൊക്കെയായ PS ശ്രീധരൻപിള്ള ഉൾപ്പെടെയുള്ളവർ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം സംഘടനാ രംഗത്ത് പ്രത്യേകിച്ച് ഒരു ഉത്തമനായ സ്വയംസേവകൻ എങ്ങനെയാണ് എന്നതിൻ്റെ ഒരു പ്രതീകമായി നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ കഴിയുന്ന ഒരു വ്യക്തിത്വമായിരുന്നു PEB മേനോൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതിനാലാണ് അദ്ദേഹത്തിന് കേരളത്തിൻ്റെ ഒരു വിശാലമായ അർത്ഥത്തിൽ വലിയ സ്വീകാര്യത ലഭിച്ചിരുന്നു എന്ന കാര്യം കൂടി ഈ ഘട്ടത്തിൽ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. അദ്ദേഹം വിശ്വസിക്കുന്ന പ്രത്യയശാസ്ത്രം അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾക്ക് അപ്പുറത്ത് അദ്ദേഹത്തിന് എതിരായ അല്ലെങ്കിൽ അദ്ദേഹം മുന്നോട്ട് വയ്ക്കുന്ന പ്രത്യയശാസ്ത്രത്തിൽ വിശ്വസിക്കാത്ത ആളുകൾക്ക് പോലും സ്വീകാര്യനാകുന്ന ഒരു വ്യക്തിയായി PEB മേനോൻ മാറിയിരുന്നു എന്നതുകൂടി ഈ ഘട്ടത്തിൽ നമുക്ക് ഓർത്തെടുക്കാവുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സംഘടനാ പ്രവർത്തനത്തിലേക്കുള്ള കടന്നുവരവ് തന്നെ മാധവജിക്ക് ഒപ്പമാണ്. ക്ഷേത്ര സംരക്ഷണ സമിതിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങളിലൂടെയാണ് അദ്ദേഹം സംഘത്തിൻ്റെയും അതോടൊപ്പം തന്നെ വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ ഭാഗമാകുന്നത്. നമുക്കറിയാം, ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങളെന്ന് പറയുമ്പോൾ അത് കൃത്യമായി ദേവസ്വം ബോർഡിൻ്റെയൊക്കെ കൈകളിലുള്ള ക്ഷേത്രങ്ങളെ മോചിപ്പിക്കുക, അതോടൊപ്പം തന്നെ ആ കാലഘട്ടങ്ങളിൽ ഹൈന്ദവ ക്ഷേത്രങ്ങൾക്ക് നേരെ നടന്നിട്ടുള്ള അക്രമ സംഭവങ്ങൾ, അത്തരം വിഷയങ്ങളിൽ കൃത്യമായി ഹിന്ദു സമാജത്തെ ഒപ്പം നിർത്തിക്കൊണ്ട് അത്തരം അതിക്രമങ്ങളെ പ്രതിരോധിക്കുക, അതോടൊപ്പം തന്നെ ജാതീയമായ വലിയ തോതിലുള്ള ചിന്തകൾ ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്നു എന്നത് ഒരു വസ്തുതയാണ്. അതിനാൽ തന്നെ എല്ലാ വിഭാഗത്തിൽപ്പെടുന്ന ആളുകളും പൂജാരിമാരാകണം, എല്ലാ വിഭാഗത്തിൽപ്പെടുന്നവർക്ക് തന്ത്രം പഠിക്കുക, ഇതൊക്കെ തന്നെ മാധവജി മുന്നോട്ട് വെച്ചിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ആശയങ്ങളിൽ ഒന്നാണ്. അപ്പോൾ അതിന് ചുവട് പിടിച്ചുകൊണ്ടാണ് ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ രൂപപ്പെടുന്നത്. ആദ്യഘട്ടത്തിൽ അത് മലബാർ മേഖലയിലാണ് ആ സംഘടനയ്ക്ക് വലിയ സ്വാധീനമുണ്ടായതെങ്കിൽ പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതി എന്നത് ഒരു ഹിന്ദുവിൻ്റെ സംഘടനയായി കേരളത്തിലെമ്പാടും വളരുന്ന ഒരു കാഴ്ചയൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അത്തരം വളർച്ചയിൽ ആ സംഘടനയെ മുന്നോട്ട് നയിക്കുകയും ഒക്കെ ചെയ്ത വ്യക്തിത്വങ്ങളിൽ ഒരാളാണ് അല്പസമയം മുൻപ് നമ്മെ വിട്ടുപിരിഞ്ഞ വിഷ്ണുപാദം പൂകിയ PEB മേനോൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നേരത്തെ ശ്യാം ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം ഏറ്റവും കൂടുതൽ സംഘടനാ പ്രവർത്തന രംഗത്ത് നമുക്കറിയാം, ഒരു പ്രസ്ഥാനത്തിനകത്തേക്ക് വരുമ്പോൾ, പ്രത്യേകിച്ച് RSS പോലെ ഒരു സംഘടനയിലേക്ക് വരുമ്പോൾ അതിന് വിവിധ തലങ്ങളുള്ള ഒരു സംഘടനയാണ്, വിവിധ തലങ്ങളിൽ പ്രവർത്തിക്കാം. അദ്ദേഹം സംഘത്തിലേക്ക് എത്തുന്ന ഘട്ടത്തിൽ അദ്ദേഹം ഏറ്റവും കൂടുതൽ ഞാൻ മനസ്സിലാക്കുന്നത് സേവാ പ്രവർത്തന രംഗത്ത് കൂടുതൽ കേന്ദ്രീകരിച്ച ഒരു വ്യക്തിത്വമാണ്. പ്രത്യേകിച്ച് സേവാഭാരതിയുടെ പ്രവർത്തനങ്ങൾ, രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ ഒരു ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മേഖലയാണ് സേവാപ്രവർത്തനം. കാരണം സംഘപ്രവർത്തനം എന്നത് തന്നെ രാഷ്ട്ര സേവനമാണ് എന്ന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്ന ഒരു സംഘടനയാണ്. അപ്പോൾ അതിൻ്റെ ഒരു സേവ മുഖമായി വന്നുകൊണ്ട് സേവാഭാരതിയുടെയും മറ്റും പ്രവർത്തനങ്ങളിലൊക്കെ കൃത്യമായി ഇറങ്ങിയ ഒരു വ്യക്തിത്വമാണ് PEB മേനോൻ എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഒപ്പം ബാലസദനങ്ങളും ബാലികാ സദനങ്ങളും നമ്മുടെ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിനും സംഘം തന്നെ നേരിട്ട് നേതൃത്വം നൽകുന്നതാണ്. അങ്ങനെ ബാലികാ സദനങ്ങളുടെയും ബാലസദനങ്ങളുടെയും ഒക്കെ പ്രവർത്തനങ്ങൾ കൂടുതൽ വ്യാപിപ്പിക്കുന്നതിനൊക്കെ PEB മേനോൻ നേരിട്ടിറങ്ങി അതിന് മുൻകൈ എടുത്തിരുന്നു എന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അങ്ങനെ വ്യത്യസ്തമായ സേവന പ്രവർത്തനങ്ങളിൽ നിന്നിരുന്ന ഒരു വ്യക്തിത്വമാണ് PEB മേനോൻ. അതിനാൽ തന്നെ അദ്ദേഹം സ്വയംസേവകരോട് പറയുന്ന ഒരു വാക്കുണ്ട്, എൻ്റെ ആധ്യാത്മിക ഗുരു മാധവജിയാണ്. നമുക്കൊക്കെ അറിയാം, ക്ഷേത്ര സംരക്ഷണ സമിതി പോലെയുള്ള നവോത്ഥാന പ്രവർത്തനങ്ങൾക്ക് തുടക്കമിട്ട സംഘത്തിൻ്റെ സ്വന്തം മാധവജി. എൻ്റെ ആധ്യാത്മിക ഗുരു മാധവജിയും സാമൂഹ്യ ഗുരു ഭഗവത് ധ്വജവുമാണ് എന്ന്.
ശ്രീവിദ്യ ഉപാസകൻ കൂടിയായ മേനോൻ സാർ എപ്പോഴും സ്വയംസേവകരോട് പറഞ്ഞു കൊടുക്കുന്നൊരു ഉപദേശം കൂടിയായിട്ട് നമുക്കിതിനെ കാണാൻ സാധിക്കും. മാത്രമല്ല കുടുംബജീവിതവും തിരക്കിട്ട ഔദ്യോഗിക ജീവിതവും സംഘത്തിൻ്റെ പ്രവർത്തനത്തിന് പ്രാമുഖ്യം നൽകുന്ന തരത്തിൽ അദ്ദേഹം ചിട്ടപ്പെടുത്തി എന്നതാണ് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുമാത്രമല്ല മുഴുവൻ സമയ പ്രവർത്തകരായി വിസ്താരകരായി സേവനമനുഷ്ഠിക്കണമെന്ന ആഹ്വാനം വന്നപ്പോൾ അദ്ദേഹം ആലപ്പുഴ കേന്ദ്രീകരിച്ച് വിസ്താരകരായി ദീർഘനാൾ പ്രവർത്തനം നടത്തിയിരുന്നു. 2 പതിറ്റാണ്ടിലധികം സംഘത്തെ കേരളത്തിൽ നേതൃസ്ഥാനത്ത് നിന്നുകൊണ്ട് ഇച്ഛാശക്തിയോടുകൂടി സംഘത്തെ നയിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. ഒപ്പം ഒരു സ്വയംസേവകൻ്റെ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഔദ്യോഗിക ജോലികൾക്കൊപ്പം പ്രഥമ വർഷ സംഘശിക്ഷാ വർഗ പൂർത്തിയാക്കി. അദ്ദേഹം തുടർച്ചയായി തൃതീയ പരിശീലനം പൂർത്തിയാക്കി. സംഘചാലകന്മാർക്കും മുതിർന്ന കാര്യകർത്താക്കൾക്കും മാതൃകയായി. അങ്ങനെ പ്രാന്ത സംഘചാലകൻ എന്ന നിലയിൽ സംസ്ഥാനത്തിൻ്റെ എല്ലാ ഭാഗത്തും ഒരു പൂർണ്ണ സമയ പ്രവർത്തകനെ പോലെ യാത്ര ചെയ്തു. ഇങ്ങനെ സംഘത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട മൂല്യങ്ങൾ, സ്വയംസേവകൻ എന്ന രീതിയിൽ സംഘത്തിൻ്റെ മൂല്യങ്ങൾ അത് മുറുകെ പിടിച്ചുകൊണ്ട് ശക്തമായി തന്നെ മുന്നോട്ട് പോകാൻ ഒരു വലിയ മഹാപ്രസ്ഥാനത്തെ കേരളത്തിന് മുന്നിൽ നിന്ന് നയിക്കാനും നേതൃത്വം കൊടുക്കാനും ദിശാബോധം നൽകാനും പ്രിയപ്പെട്ട മേനോൻ സാറിന് സാധിച്ചു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അല്ലേ ഗൗതം? അതായത് ഏതാണ്ട് 2 പതിറ്റാണ്ട് കാലം അദ്ദേഹം സംഘത്തിൻ്റെ കേരള പ്രാന്ത സംഘചാലകായി പ്രവർത്തിച്ചിരുന്നു എന്നതാണ്. സംഘത്തെ സംബന്ധിച്ചിടത്തോളം പ്രാന്ത സംഘചാലക് എന്ന പദവി എന്ന് പറയുന്നത് മാർഗനിർദ്ദേശം നൽകുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയാണ്. അത് ഇന്ന് നമുക്കറിയാം, സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ദക്ഷിണ കേരള പ്രാന്തവും ഉത്തര കേരള പ്രാന്തവും എന്ന നിലയിൽ രണ്ടായി കേരളത്തിൽ 2 രീതിയിലാണ് അതിൻ്റെ സംഘടനാ വ്യവസ്ഥ മുന്നോട്ട് പോകുന്നത്. എന്നാൽ PEB മേനോൻ അദ്ദേഹം മുഴുവൻ കേരളവുമായി സംഘദൃഷ്ടിയിൽ മുഴുവൻ കേരളത്തിൻ്റെയും പ്രാന്ത സംഘചാലകായി പ്രവർത്തിച്ച ഒരു വ്യക്തി കൂടിയാണ്. ആ കാലഘട്ടങ്ങളിൽ അദ്ദേഹം സംഘടനയെ മുന്നോട്ട് നയിക്കുന്നതിൽ വഹിച്ചിട്ടുള്ള പങ്ക് ഏറെ വിലപ്പെട്ടതാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിലേക്കുള്ള കടന്നുവരവ് ആലുവ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു. ആലുവ താലൂക്ക് സംഘചാലകും അതിനുശേഷം ആലുവ സംഘജില്ലയുടെ ജില്ലാ സംഘചാലകും പിന്നീട് ആലുവ വിഭാഗിൻ്റെ സംഘചാലകാക്കിയായി അദ്ദേഹം പ്രവർത്തിച്ചു. അതിനുശേഷമാണ് സംഘത്തിൻ്റെ പ്രാന്ത സംഘചാലക് എന്ന വളരെ പ്രധാനപ്പെട്ട ഒരു പദവിയിലേക്ക് എത്തുന്നത്. അതും 2 പതിറ്റാണ്ട് കാലം, ഏതാണ്ട് 20 വർഷക്കാലത്തോളം വളരെ പ്രധാനപ്പെട്ട ചുമതലകൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന് വേണ്ടി വഹിക്കുകയും ആ സമയത്ത് തന്നെ അദ്ദേഹം സേവാഭാരതിയുടെയും അതോടൊപ്പം തന്നെ മറ്റ് സേവന പ്രവർത്തനങ്ങൾക്കുമൊക്കെ നേതൃത്വം നൽകുന്ന നിലയിലേക്ക് ഉള്ള പ്രവർത്തനം വ്യാപിപ്പിക്കുന്നതിലെല്ലാം PEB മേനോൻ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും നമുക്കറിയാം, രാഷ്ട്രീയ സ്വയംസേവക സംഘം അതിൻ്റെ ശതാബ്ദി വർഷത്തിലൂടെ കടന്നു പോകുകയാണ്. ശതാബ്ദി ആചരിക്കുകയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘം. ഈ ഘട്ടത്തിൽ തന്നെയാണ് PEB മേനോൻ അന്തരിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെയും വിവിധ ക്ഷേത്ര പ്രസ്ഥാനങ്ങളുടെയും ചരിത്രത്തിൽ ഒരിക്കലും വിസ്മരിക്കാൻ കഴിയാത്ത ഒരു അധ്യായമായി അദ്ദേഹം എല്ലാ കാലഘട്ടങ്ങളിലും ജ്വലിച്ചു നിൽക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവും. തീർച്ചയായും അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിൻ്റെ സമ്പർക്ക ശൈലിയെപ്പറ്റി എപ്പോഴും എല്ലാവരും എടുത്തു പറയാറുണ്ട്. ഒരുപക്ഷെ കേരളത്തിലെ തന്നെ ഏറ്റവും അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി പ്രവർത്തിക്കുമ്പോഴും അദ്ദേഹം സംഘത്തിന് വേണ്ടി ഒരു സാധാരണ സ്വയംസേവകൻ എങ്ങനെയാണ് ജീവിതം മാറ്റിവെക്കുന്നത്, ഒഴിഞ്ഞുവെക്കുന്നത്, അതുപോലെ സമാനമായ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് സമാജ പ്രവർത്തനം നടത്തുന്ന ഒരു ശൈലിയും ശീലവും അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. ആ സമയത്ത് അദ്ദേഹം സമ്പർക്കത്തിന് പോകുമ്പോൾ ഉണ്ടാകുന്ന ചില അനുഭവങ്ങൾ കൂടി നമുക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി പങ്കുവെക്കേണ്ടി വരുന്നു. ഒരിക്കൽ ഒരു പ്രശസ്തനായ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റിനെ കാണാൻ വേണ്ടി PEB മേനോൻ സാറ് സമ്പർക്കത്തിനായി പോവുകയുണ്ടായി. അപ്പം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വളരെ ബഹുമാനത്തോടു കൂടി മേനോൻ സാറെ കണ്ടപ്പോൾ എഴുന്നേറ്റ് നിന്ന് സാർ വരൂ ഇരിക്കൂ എന്നൊക്കെ പറഞ്ഞ് അവിടെ ഇരുത്തി. ഇമ്മീഡിയറ്റ് ആയിട്ട് മേനോൻ സാറിനോട് ചോദിച്ചൊരു പ്രധാനപ്പെട്ട ചോദ്യം, അങ്ങ് ഇത്രയും വലിയ രാജ്യം അറിയപ്പെടുന്ന ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റാണ്, അങ്ങ് ഈ കാക്കി ട്രൗസറും ഇട്ട് ഇങ്ങനെ നടക്കുമ്പോൾ അങ്ങക്ക് എന്താണ് തോന്നുന്നത് എന്നൊരു ചോദ്യം ചോദിച്ചപ്പോൾ അതിന് അദ്ദേഹം നൽകിയ മറുപടിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഒരു പ്രൊഫഷണൽ കാക്കി നിക്കറും ധരിച്ച് എങ്ങനെ പ്രവർത്തനം ചെയ്യാൻ കഴിയുമെന്ന ചോദ്യത്തിന് ഗൗരവത്തോടു കൂടി സരസമായി സ്പഷ്ടമായി മേനോൻ സാർ മറുപടി നൽകി. നമ്മുടെ സമൂഹത്തിനും സംസ്കാരത്തിനും രാഷ്ട്രത്തിനും വേണ്ടി ഒന്നും തിരിച്ചു പ്രതീക്ഷിക്കാതെ നിസ്വാർത്ഥമായി പ്രവർത്തിക്കാൻ മനസ്സുള്ളവർക്കേ സംഘത്തിൽ പ്രവർത്തിക്കാൻ സാധിക്കും. അവസരവാദികൾക്ക് സംഘത്തിൽ സ്ഥാനമില്ലെന്ന് കൂടി സരളമായി സ്നേഹപൂർവ്വം മേനോൻ സാർ
ഓർമ്മപ്പെടുത്തിയപ്പോൾ ആദരവോടെ എഴുന്നേറ്റ് നിന്ന് മേനോൻ സാറിനോട് അദ്ദേഹം പറഞ്ഞു, ബാലൻ, ആസ് എ പ്രൊഫഷണൽ CA ഐ ആം പ്രൗഡ് ഓഫ് യു. ഇനി ഞാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് അദ്ദേഹം ചോദിച്ചപ്പോൾ ലക്ഷ്മിബായി ടവേഴ്സിൻ്റെ ഉദ്ഘാടനത്തിന് അദ്ദേഹത്തെ സ്നേഹപൂർവ്വം സന്തോഷപൂർവ്വം ക്ഷണിക്കുകയാണ് സ്വയംസേവകരുടെ പ്രിയപ്പെട്ട മേനോൻ സാർ ചെയ്തത്. അങ്ങനെയായിരുന്നു അദ്ദേഹത്തിൻ്റെ വൈഭവം. തന്നിലേക്ക് അടുക്കുന്ന ഓരോ മനുഷ്യനെയും സംഘമെന്ന മഹാഗംഗാ പ്രവാഹത്തിലേക്ക് അദ്ദേഹം സാവധാനം ലയിപ്പിച്ചുകൊണ്ടേയിരുന്നു. ഗൗതം, ആ തരത്തിലുള്ള ഒരു ശൈലി സമൂഹത്തിൽ ഒരു പ്രൊഫഷണൽ എന്ന രീതിയിൽ സമൂഹത്തിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ നിൽക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ മനസ്സ് സമാജ പരിവർത്തനം എന്ന ഒരൊറ്റ മന്ത്രത്തിൽ മാത്രമായിരുന്നു. പ്രൊഫഷണൽ എന്ന നിലയിൽ അദ്ദേഹം ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ആണ്. ചാർട്ടേഡ് അക്കൗണ്ടൻ്റായി നിൽക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം കുടുംബജീവിതം നയിക്കുന്നുണ്ട്, ഒപ്പം പ്രൊഫഷണൽ ജീവിതം നയിക്കുന്നുണ്ട്. അതിനൊപ്പം തന്നെ സംഘപ്രവർത്തനത്തെയും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വ്യക്തിത്വമായിരുന്നു PEB മേനോൻ എന്നുള്ളതാണ്. പ്രത്യേകിച്ച് നമുക്ക് എടുത്തു പറയാൻ സാധിക്കും, അദ്ദേഹം ആലുവ സംഘജില്ലയുടെ സംഘചാലകായിരുന്ന ആ കാലഘട്ടത്തിൽ അദ്ദേഹം ഒരു യൗവനം കഴിഞ്ഞ് ഒരു പ്രായമുള്ള സമയത്താണ് അദ്ദേഹം സംഘശിക്ഷാ വർഗിന് പോകുന്നത് തന്നെ. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട സംഘത്തിൻ്റെ ഒരു അധികാരിയായിരിക്കുമ്പോൾ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട ജില്ലാ സംഘചാലക് എന്ന ഒരു ചുമതലയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹം പ്രഥമ സംഘശിക്ഷാ വർഗിന് പോകുന്നു. അതിനുശേഷം പിന്നീട് ദ്വിതീയ തൃതീയ സംഘശിക്ഷാ വർഗുകൾക്ക് പോകുകയാണ്. അപ്പോൾ അത് സ്വാഭാവികമായും വലിയൊരു മാതൃകയാണ്. കാരണം സംഘത്തെ സംബന്ധിച്ചിടത്തോളം ജില്ലാ സംഘചാലക് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്വവും ചുമതലയുമാണ്. അപ്പോൾ ആ ചുമതലയിൽ ഇരിക്കുന്ന ഘട്ടത്തിൽ തന്നെ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട വർഗുകൾക്ക് പോകുവാൻ PEB മേനോൻ സാർ തയ്യാറായി എന്ന് പറയുമ്പോൾ അത് ഒരുപാട് സ്വയംസേവകർക്ക് വലിയൊരു മാതൃകയായിരുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഈ സംഘശിക്ഷാ വർഗുകൾ അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ശൈലി കൃത്യമായി മനസ്സിലാക്കുകയും അതിൽ ആകൃഷ്ടരായിക്കൊണ്ട് ആലുവ സംഘജില്ലയുടെയും അതോടൊപ്പം തന്നെ എറണാകുളം വിഭാഗിൽ നിന്നുമൊക്കെ ധാരാളം സ്വയംസേവകർ പ്രഥമ സംഘശിക്ഷാ വർഗിനും അതിനുശേഷം പിന്നീട് ദ്വിതീയ തൃതീയ സംഘശിക്ഷാ വർഗുകൾക്ക് പോയി എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു. PEB മേനോൻ സാറുമായി ബന്ധപ്പെട്ട ലേഖനങ്ങൾ വായിക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള അനുഭവങ്ങൾ ഇപ്പോൾ ജനം TV-യിലൂടെ തന്നെ സദാനന്ദൻ മാസ്റ്റർ ആണെങ്കിലും അതിന് മുൻപ് PS ശ്രീധരൻ പിള്ളയാണെങ്കിലും ഇവരെല്ലാം ചൂണ്ടിക്കാണിക്കുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ജീവിതയാത്ര മുഴുവൻ സ്വയംസേവകർക്ക് ഒപ്പം സംഘപ്രവർത്തകർക്ക് വലിയ ഊർജവും ആത്മവിശ്വാസവും ഒക്കെ നൽകുന്നതായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഒപ്പം നേരത്തെ ശ്യാം തന്നെ ചൂണ്ടിക്കാണിച്ചതുപോലെ അദ്ദേഹം എപ്പോഴും പറയുന്ന ഒരു കാര്യം, തൻ്റെ ആധ്യാത്മിക ഗുരു മാധവജിയാണെങ്കിൽ സാമൂഹികമായ ഗുരു ഭഗവത് ധ്വജമാണ് എന്ന് എപ്പോഴും പറയുന്ന ഒരു വ്യക്തിത്വം കൂടിയായിരുന്നു PEB മേനോൻ എന്നുള്ളത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ സന്ദേശം തന്നെ സ്വയംസേവകർക്ക് നൽകുന്ന ഒരു വലിയ മെസ്സേജ് തന്നെയാണ്. കാരണം ഒന്ന്, മാധവജിയുമായുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധം, നേരത്തെ സദാനന്ദൻ മാസ്റ്റർ അതുതന്നെയാണ് ചൂണ്ടിക്കാണിച്ചത്. അദ്ദേഹം വളരെ ചെറുപ്പത്തിൽ സ്വയംസേവകനായ ഒരു വ്യക്തിത്വമായിരുന്നില്ല, മറിച്ച് അദ്ദേഹം പിന്നീട് ക്ഷേത്ര സംരക്ഷണ സമിതിയിലൂടെ സംഘടനാ പ്രവർത്തനത്തിലേക്ക് കടന്നു വന്നതാണ്. പ്രത്യേകിച്ച് മാധവജി എന്ന് പറയുമ്പോൾ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ കേരളത്തിലെ ആദ്യകാല പ്രചാരകന്മാരിൽ ഒരാളാണ്. മാത്രമല്ല അദ്ദേഹം രൂപപ്പെടുത്തിയ ക്ഷേത്ര സംരക്ഷണ സമിതിയുടെ പ്രവർത്തനങ്ങൾ, അതോടൊപ്പം തന്നെ തന്ത്രവിദ്യാപീഠവുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ, ഇതൊക്കെ നമുക്കറിയാം. കേരളത്തിലെ സാമൂഹിക അന്തരീക്ഷങ്ങൾ കൃത്യമായി മനസ്സിലാക്കി ജാതീയമായ ഉച്ചനീചങ്ങളൊക്കെ നിലനിന്നിരുന്ന ഒരു കാലഘട്ടങ്ങളിൽ അതിനെയെല്ലാം മറികടക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് മാധവജി പ്രവർത്തിച്ചത്. അങ്ങനെ മാധവജിയുടെ പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടനായി അദ്ദേഹം മുന്നോട്ട് വെച്ച ആശയങ്ങളെ കേരളത്തിൻ്റെ മണ്ണിൽ യാഥാർത്ഥ്യമാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി ഒരു ജീവിതത്തിൻ്റെ നല്ലൊരു കാലഘട്ടം സംഘപ്രവർത്തനങ്ങൾക്കായി മാറ്റിവെച്ച അനശ്വരനായ വ്യക്തിത്വമാണ് PEB മേനോൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. അതിനാൽ തന്നെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ 1942 അതിൻ്റെ കേരളത്തിലെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതിന് ശേഷം നമുക്കറിയാം പിന്നീട് ഇങ്ങോട്ട് ആ സംഘടന താണ്ടി വന്ന ഏതൊക്കെ പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടാണ് കേരളത്തിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയത് എന്നത് നമുക്ക് അറിയാവുന്നതാണ്. അപ്പോൾ സംഘത്തിൻ്റെ കേരളത്തിലെ ചരിത്രം പരിശോധിക്കുന്ന ഘട്ടത്തിൽ അതിൽ കൃത്യമായി തന്നെ അടയാളപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഇനിയും അടയാളപ്പെടുത്താൻ പോകുന്ന ഒരു വ്യക്തിത്വം തന്നെയാണ് രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിൻ്റെ മുൻ പ്രാന്ത സംഘചാലകായിട്ടുള്ള PEB മേനോൻ എന്ന കാര്യത്തിൽ സംശയമില്ല. ശ്യാം, ഗൗതം തുടരുക. ഒപ്പം ജുജീഷ് കൂടി ആശുപത്രിയിൽ നിന്ന്, കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്ന് ചേരുന്നുണ്ട്. രണ്ടുപേരിലേക്കും വിശദമായി പോകണം. ഒപ്പം ഈ വാർത്തയോട് പ്രതികരിക്കാനായി ഒരുപാട് പേർ സംഘത്തിൻ്റെ സംഘപഥത്തിലൂടെ മേനോൻ സാറിനൊപ്പം തോളോട് തോൾ ചേർന്ന് പ്രവർത്തനം
നടത്തിയ ഒരുപാട് പ്രമുഖർ സ്വയം സേവകർ നമുക്കൊപ്പം ചേരുന്നുണ്ട്.